ഫലസ്തീൻ വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും ഈ പ്രശ്നം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ആരംഭം നോക്കുകയാണെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒട്ടോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബുകളുടെ സഹായം ബ്രിട്ടീഷ് തേടുകയുണ്ടായി. അപ്പോൾ അതിന് പകരം ഇവർ കൊടുത്തത് എന്തായിരുന്നു വെച്ചാൽ അറേബ്യൻ പെനിൻസുലയിൽ ഒരു സ്വതന്ത്ര രാജ്യം എന്നായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു രഹസ്യ കരാറ് ഒപ്പിടുന്നുണ്ട്. സൈക്സ് പിക്കോട്ട് എന്നാണ് ആ കരാറിൻ്റെ പേര്. ഈ സൈക്സ് പിക്കോട്ട് അഗ്രിമെൻ്റ് പ്രകാരം ബ്രിട്ടീഷിന് ഒട്ടോമൻ ഭാഗങ്ങളായിരുന്ന ജോർദാന്, ഫലസ്തീന്, ഈജിപ്ത് പോലുള്ള പ്രദേശങ്ങൾ ലഭിക്കും എന്നുള്ളതൊരു ആയിരുന്നു ഈ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1917 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരസ്യമായി പറഞ്ഞു ഫലസ്തീനിൽ ഞങ്ങളൊരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന്. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഫലസ്തീൻ എന്തിനു കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. ആ സമയം വരെ ഫലസ്തീനിൽ ജൂത പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മെയിൻലി 1922 ശേഷം ഫലസ്തീനിൽ ജൂതന്മാരുടെ കുടിയേറ്റം കൂടുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് യൂറോപ്പിലുള്ള സയനിസ്റ്റ് മൂവ്മെൻറ്റ്സ്, അതേപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ ഈ നമ്മളുടെ ജൂതന്മാരെ കൊല്ലുന്ന അല്ലെങ്കിൽ ജനസൈഡ് ചെയ്യുന്ന പ്രവണതയൊക്കെ കാരണം ഫലസ്തീനിലേക്ക് കൂടുതൽ ജൂതന്മാർ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അറബികൾ എന്തു പറഞ്ഞു? ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു സംഭവം ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട്, ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഫലസ്തീന് ഒരു മാൻഡേറ്റ് ആയിട്ട് UN കൈമാറി. UN പദ്ധതി പ്രകാരം അവർ പറഞ്ഞ് ഫലസ്തീനിലെ 55% ലാൻഡും ജൂതന്മാർക്ക് കൈമാറാമെന്നാണ്. അപ്പോൾ ഇത് സയനിസ്റ്റുകൾ അംഗീകരിക്കുകയും പക്ഷേ അറബികൾ ഇത് അംഗീകരിക്കാതെയും ചെയ്തപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷം 1948 മെയ് 15 ഇസ്രായേലിൻ്റെ ഫോർമേഷൻ, ഇസ്രായേൽ എന്ന രാജ്യം നിർമ്മിക്കുകയുണ്ടായപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ സയനിസ്റ്റ് സൈന്യം ഫലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ഏകദേശം 1.9 മില്യൺ ഫലസ്തീനികൾക്കാണ് അന്ന് അവരുടെ വീടും നാടും ഒക്കെ വിട്ട് പോകേണ്ടി വന്നത്. ഏകദേശം 15,000 മിനിമം കണക്കെന്ന് പറയുന്നത് ഒരു 15,000 പേരെങ്കിലും ഈ ദിവസം അല്ലെങ്കിൽ ഈ സംഭവത്തിനോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും നടന്നത് ഒരു കട്ടെടുക്കലാണ്. ഫലസ്തീനികളുടെ സ്ഥലത്തെ സയനിസ്റ്റുകൾ കട്ടെടുക്കുകയാണ് ഇവിടെ ശരിക്കും ചെയ്തത്. 1947 UN പ്രമേയ പ്രകാരം ഏകദേശം 56% ഒരു ഇസ്രായേൽ രാഷ്ട്രത്തിനും ബാക്കി 46% ഒരു ഫലസ്തീൻ രാജ്യത്തിനുമാണ് അന്ന് അവർ വീതിച്ചു നൽകിയിരുന്നത്. പക്ഷേ അറബ് രാജ്യങ്ങൾ ഇത് അംഗീകരിക്കാണ്ടിരിക്കുകയും ഇവർക്കെതിരെ, ഇസ്രായേലിനെതിരെ സായുധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് നമ്മൾ 1969 അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 77% ഫലസ്തീനിലെ ഭൂമിയും ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നുണ്ട്. ബാക്കി 22% ഫലസ്തീൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1964 മുതൽ സായുധ പോരാട്ടത്തിലൂടെ ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കുക അല്ലെങ്കിൽ ഫലസ്തീനെ വിമോചിപ്പിക്കുക എന്നുള്ളൊരു സങ്കല്പത്തോടെ തുടങ്ങിയൊരു സംഘടനയാണ് PLO അല്ലെങ്കിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. വെസ്റ്റ് ബാങ്കിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. കൈറോയിൽ വെച്ച് നടന്ന അറബ് ഉച്ചകോടിയിലാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ രൂപീകരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10ഓളം സംഘടനകളാണ് PLOയുടെ കീഴിലുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ
പല പ്രധാനപ്പെട്ട നേതാക്കളും PLOയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഫത്തഹിൻ്റെ നേതാവായ യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിലാണ് പല മുന്നേറ്റങ്ങളും PLO നടത്തിയത്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഈ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത സംഘടനകളൊക്കെ തീവ്രവാദി സംഘടനകളാക്കി ചാപ്പ് കുത്താനാണ് അമേരിക്കയും ഇസ്രായേലും എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു PLO മുൻനിരയിലേക്ക് വന്നപ്പോൾ PLOയെ ഒരു തീവ്രവാദി സംഘടനയായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ചാപ്പ് കുത്തിയത്. പക്ഷേ ഫലസ്തീൻ്റെ കൺട്രോള് PLOക്ക് നൽകാമെന്നും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന അതോറിറ്റിയുടെ നേതൃത്വം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് കൊടുക്കാമെന്നുള്ള പ്രലോഭനത്തിൽ യാസർ അറഫാത്ത് വീഴുകയാണ്. അങ്ങനെ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തതോടെ ഈ അമേരിക്കയുടെ ഒരു പപ്പറ്റായിട്ട് ഈ ഒരു PLO മാറുകയാണ്. അങ്ങനെ 1991 അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ നടന്ന മാൻഡ്രിഡ് ഉച്ചകോടിയിൽ ഈ ഒരു PLOയുടെ കീഴടങ്ങലിന് തുടക്കം കുറിക്കുകയാണ്. ശേഷം ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1993 ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രമേയം ഫലസ്തീന അവതരിപ്പിച്ച UN അവതരിപ്പിച്ച പ്രമേയം തിരുത്തി എഴുതാൻ പോലും യാസർ അറഫാത്തും PLOയും തയ്യാറാവുകയാണ്. ഇതിനെ തുടർന്ന് തന്നെ ഇസ്രായേലിനെതിരെയുള്ള സായുധ ആക്രമണത്തിനൊക്കെ ഇവർ ഒരു തടങ്കലിടാണ് അല്ലെങ്കിൽ ഒരു നിരോധനം ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പപ്പറ്റായിട്ട് ഈ ഒരു PLO മാറുകയാണ്. ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1996 ഗസയിൽ വെച്ച് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ 54-നെതിരെ 504 വോട്ടിന് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം ഇവർ പാസ്സാക്കിയെടുക്കുന്നുണ്ട് ഈ PLO. അപ്പം അത്രത്തോളം ഒരു എഫക്റ്റാണ് ഈ ഒരു PLOയിൽ ഉണ്ടായത് ഈ ഒരു അംഗീകാരത്തിന് ശേഷം. നേരത്തെ സൂചിപ്പിച്ച മാൻഡ്രിഡ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെയും ഫലസ്തീനെയും ഒരു മേശയ്ക്ക് കീഴിൽ ഇരുത്തി കുറേ തീരുമാനങ്ങൾ എടുക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണ്. ഇതിന് വേദിയായത് നോർവേയിലെ ഓസ്ലോ ആണ്. അതുകൊണ്ട് ഈ ഒരു ഉടമ്പടിയെ ഓസ്ലോ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1993 സെപ്റ്റംബറിലാണ് ഈ ഒരു ഓസ്ലോ അക്കോർഡ്സ് 1 തുടക്കമിടുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അവർ തീരുമാനങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ഇസ്രായേലും ഫലസ്തീനും 2 രാഷ്ട്രങ്ങളെയും അംഗീകരിച്ചു. എന്നുവെച്ചാൽ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആണെന്ന് ഫലസ്തീനും അംഗീകരിച്ചു, ഫലസ്തീൻ ഒരു സ്റ്റേറ്റ് ആണെന്ന് ഇസ്രായേലും അംഗീകരിച്ചു. പിന്നെ ഒരു ടൈം ടേബിൾ നിശ്ചയിച്ചു. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഫലസ്തീൻ്റെ ഭൂമിയിൽ നിന്ന് ഇത്ര ഇടവേളകളിൽ പിന്മാറണം എന്നുള്ള രീതിയിലുള്ളൊരു ടൈം ടേബിൾ ഇവർ നിശ്ചയിക്കുകയുണ്ടായി. ഇത് ഏകദേശം ഒരു 5 വർഷമാണ് അവർ കാലഘട്ടം നൽകിയത്. 5 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇവർ അന്ന് ഓസ്ലോ അക്കോർഡ്സ് 1 തീരുമാനിച്ചിരുന്നത്. ഈ ഓസ്ലോ അക്കോർഡ്സ് 1 പ്രധാനമായിട്ടും 4 പ്രശ്നങ്ങളാണ് അവർ ചർച്ച ചെയ്തത്. ഒന്ന് ജെറുസലേം. നമുക്കെല്ലാം അറിയാം ജെറുസലേം എന്ന് പറയുമ്പോൾ ഇസ്രായേലിനും ഫലസ്തീനും ഒരുപോലെ റിലീജിയസ് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള സിറ്റിയാണ്. അപ്പം ജെറുസലേമിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതാണ് അവരുടെ ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തേത് റെഫ്യൂജീസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്ബക്കും അതിനുശേഷമുള്ള പല ആക്രമണങ്ങളിലും വളരെയധികം റെഫ്യൂജീസ് അല്ലെങ്കിൽ അഭയാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഭയാർത്ഥികളൊക്കെ എന്ത് ചെയ്യും, അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ സെറ്റിൽമെൻറ്റ്സ്. ഫലസ്തീനിലുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ് അവരുടെ മുമ്പ് ഉണ്ടായിരുന്ന മൂന്നാമത്തെ ചോദ്യം. നാലാമത്തേതെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്. ഇസ്രായേൽ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പല ബിൽഡിങ്സും പല അറേഞ്ച്മെൻറ്റ്സും ഫലസ്തീൻ്റെ മണ്ണിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ് നാലാമത്തേത്. ഈ ഓസ്ലോ 1 ഉടമ്പടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ യക്ഷിത് റുബേനും യാസർ അറഫാത്തും തീരുമാനിച്ച കാര്യങ്ങൾ ഇസ്രായേൽ നടപ്പിലാക്കിയില്ല. ഈ ഒരു 5 വർഷത്തിനുള്ളിൽ അവർ ഫലസ്തീനിൽ നിന്ന് പിന്മാറിയില്ല. ഈ ഒരു ടൈം ടേബിളൊക്കെ അവർ ഇല്ലാണ്ടാക്കി. അവരതിനനുസരിച്ചൊന്നും പ്രവർത്തിച്ചില്ല. ഇതിനെ തുടർന്നാണ് 1995 ഈ യക്ഷിത് റുബേനും യാസർ അറഫാത്തും തന്നെ ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ 2ാം ഓസ്ലോ അക്കോർഡ്സിന് കോപ്പ് കൂട്ടുന്നത്. ഈ ഒരു 2ാം ഓസ്ലോ അക്കോർഡ്സിൽ എന്തൊക്കെയാണ് ഇവർ ചർച്ച ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫലസ്തീനെ 3ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്തു. ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പലസ്തീൻ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും കൂടി കൺട്രോൾ ചെയ്യുന്നത്. മൂന്നാമത്തേത്
ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് മിലിറ്ററി ഓക്യുപ്പേഷനുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ മൂന്നാക്കിയാണ് ഓസ്ലോ 2 ശേഷം ഫലസ്തീനെ വിഭജിച്ചത്. ഇതുപോലെ നിരവധി ഉച്ചകോടികളും സമാധാന ചർച്ചകളൊക്കെ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി നടന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ലോ, ക്യാമ്പ് ഡേവിഡ്, ഹിബ്രോൺ പ്രോട്ടോകോൾ പോലത്തെ നിരവധി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഫലസ്തീൻ അതോറിറ്റിക്ക് ഒരു ചെറിയ ഭരണപ്രദേശം നൽകി എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഇസ്രായേലിന് ഫേവറായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കൂടുതലും. ഇപ്പോഴും ഇസ്രായേലിൻ്റെ കടന്നുകയറ്റവും അതിക്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു PLO കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ഒരു പപ്പറ്റായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചെറുത്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് പറയുന്നത്. 1987 ഹമാസ് എന്ന സംഘടന രൂപപ്പെടുന്നത്. അത് ആ ഒരു സംഘടന രൂപപ്പെടാനായിട്ട് ഒരു കാരണം ഉണ്ടാകുന്നത് ഒരു ട്രാഫിക് ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം. ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയി തിരികെ വരുന്ന 2 വാനുകളിലേക്ക് അവിടുത്തെ ഇസ്രായേൽ സൈനികരുടെ ഒരു ട്രെയിലർ വന്ന് ഇടിച്ചു കയറുകയും ഒരു 3ഓളം മരണങ്ങളും 7 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അപ്പൊ അത് ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്താണെന്ന് ഫലസ്തീനില് പ്രചാരണം ഉണ്ടാവുകയും ഫലസ്തീനികൾ അവിടെ പ്രകോപിതരാവുകയും ചെയ്യുമ്പോൾ അത് നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ അവിടെ വെടിവെപ്പ് നടത്തുകയും അവിടെയും ഒരു 3ഓളം പേര് മരണപ്പെടുന്നുണ്ട്. അപ്പോ അടുപ്പിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് 6 പേരാണ് മൊത്തത്തിൽ മരണപ്പെടുന്നത്. ഈ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കണ്ടുവന്ന ചില രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്ന ഒരു മുസ്ലിം സംഘടനയാണ് ഇഖ്വാൻ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഇത് സയനിസ്റ്റ് ആശയങ്ങൾക്കെതിരെ ആശയ സമരങ്ങൾ നടത്തിയിരുന്ന ഒരു സംഘടനയാണെന്നാണ് പറയാം. ആ സമയത്ത് തന്നെയാണ് ഈ ആശയ സമരങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി സായുധ സമരങ്ങൾക്ക് സമയമായി എന്നുള്ളൊരു പ്രചാരണം കൂടി ഫലസ്തീനികൾക്കിടയിൽ നടന്നു ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഷെയ്ഖ് അഹ്മദ് യാസീന്റെ ചിന്തകളിലോട്ട് ഈ ഒരു കാര്യം വരികയും ഇവര് നേതൃസ്ഥാനത്ത് നിന്നിരുന്ന കുറച്ചു പേര് ഷെയ്ഖ് അഹ്മദ് യാസീൻ, റന്ദീസി, പിന്നെ സലാഹ് ഷഹാദ പോലുള്ള കുറച്ചു പേര് ഒരുമിച്ച് കൂടുകയും ഈ ഇഖ്വാന്റെ ആശയങ്ങൾ നിലകൊണ്ടുള്ള ഒരു മുസ്ലിം സംഘടനയ്ക്ക്, ചെറുത്തുനിൽപ്പ് സംഘടനയ്ക്ക് രൂപം കൊള്ളാനായിട്ട് തീരുമാനമാവുകയും ചെയ്യുന്നുണ്ട്. അതിന് അവിടെ വെച്ച് തന്നെ ഒരു പേര് നൽകുന്നുണ്ട്, ഹർക്കത്തുൽ മുഖാവമ അൽ ഇസ്ലാമിയ എന്നുള്ള പേര്, ഹമാസ് എന്ന ചെറിയ നാമത്തിൽ. അപ്പോൾ ഈ 2023 ഒക്ടോബർ 7 ശേഷം നടന്ന സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ ടേമാണ് വായിൽ ഹല്ലാക്ക് അഥവാ മഹാ ഇൻതിഫാദ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വായിൽ ഹല്ലാക്ക് അഥവാ മഹാ ഇൻതിഫാദ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ നോക്കാം. ഒന്നാമതായി തന്നെ ഇത് ഇസ്രായേലിൻ്റെ ഒരു അജയ്യ ശക്തി എന്ന ഒരു മിത്തിനെ തന്നെയാണ് തകർക്കുന്നത്. ലോകത്തിന് മുമ്പിൽ തന്നെ ഏറ്റവും പവർഫുൾ കൺട്രി ആയിട്ടാണ് ഇസ്രായേൽ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ വെറും 42 കിലോമീറ്റർ നീളവും അതുപോലെ തന്നെ 12 കിലോമീറ്റർ വീതിയുള്ള ഒരു ഗസാമുനബ് ഇസ്രായേൽ എത്രത്തോളം ശിഥിലമാണെന്ന് അതുപോലെ തന്നെ ദുർബലവുമാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇസ്രായേലിൻ്റെ ഒരു ഇമേജ് തന്നെയാണ് ഇതിലൂടെ മാറ്റപ്പെടുന്നത്. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ഫലസ്തീന് കിട്ടിയ അംഗീകാരം ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 145 എന്ന് വെച്ചാൽ 2024 മെയ് 10 നടന്ന UN സമിതിയിൽ 145 രാജ്യങ്ങളിൽ 193 രാജ്യങ്ങളിൽ 145 രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. ആപ്പാടെ അമേരിക്കയും ഫ്രാൻസ് പോലെയുള്ള ഹംഗറി പോലെയുള്ള ഈ വലതുപക്ഷ രാജ്യങ്ങൾ മാത്രമാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. ഫ്രാൻസൊക്കെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും റദ്ദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഈ വ്ളാദിമിർ പുടിൻ്റെ യുക്രൈൻ്റെ മേലുള്ള സൈനിക നടപടിയോട് പ്രതിഷേധപരമായിട്ട് യുക്രൈൻ്റെ പതാകകൾ അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പാറിച്ച രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പം ഇസ്രായേലിൻ്റെ പതാകയാണ് പാറുന്നത്. അപ്പം അതിലൂടെ തന്നെ നമുക്ക് ഈ ബ്രിട്ടൻ എത്രത്തോളം ഇസ്രായേലായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു രാജ്യങ്ങളുടെ അതുപോലെ തന്നെ ജനങ്ങളുടെ എങ്ങനെയായിരുന്നു ഫലസ്തീനോടുള്ള നിലപാട് എങ്ങനെയായിരുന്നു എന്നാണ്. നമ്മൾ കുറച്ചും കൂടി സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്, അവരെങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒക്ടോബർ 7-ന് ശേഷം ഈ ഒരു ഫലസ്തീനെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഏപ്രിലിൻ്റെ മധ്യത്തിലായിട്ട് അമേരിക്കയിൽ മെയിൻലി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് തമ്പടിക്കൽ പ്രക്ഷോഭമായിട്ട് ഈ ഒരു സ്റ്റുഡൻസിന് ഇനിഷ്യേറ്റീവായിട്ട് ഇത് തുടങ്ങുന്നത്. പിന്നീട് അമേരിക്കയിൽ തന്നെ 100ഓളം യൂണിവേഴ്സിറ്റിയിലേക്കും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുമായിട്ട് ഈ ഒരു തമ്പടിക്കൽ പ്രക്ഷോഭം മാറുന്നുണ്ട്. ഇതാണ് പിന്നീട് സ്റ്റുഡൻസ് ഇൻതിഫാദ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റുഡൻസ് ഇൻതിഫാദ മൂവ്മെന്റിന് ഇനീഷ്യേറ്റീവ് തുടക്കം കുറിക്കുന്നതെന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ, SJP എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്ന് പറഞ്ഞ ഈ 2 സംഘടനകളാണ്. ഇവരാണ് ശരിക്കും ഈ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിലായിട്ട് പീപ്പിൾ യൂണിവേഴ്സിറ്റി ഫോർ ഗാസ എന്ന പേരിൽ എൻക്യാമെന്റുകളും വ്യാപിക്കുന്നുണ്ട്. അതുപോലെ BDS മൂവ്മെന്റും ഈ ഒരു കാലത്തിലാണ് പ്രധാനമായിട്ട് വ്യാപിക്കപ്പെടുന്നത്. BDS മൂവ്മെന്റ് എന്ന് പറയുന്നത് ബോയ്ക്കോട്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സാങ്ഷൻ മൂവ്മെന്റ് ആണ്. ഈ ആയുധ നിർമ്മാണ കമ്പനികൾക്കും അതുപോലെ തന്നെ ഇസ്രായേൽ, അമേരിക്കൻ കമ്പനികൾക്കും എതിരായിട്ടുള്ള ബോയ്ക്കോട്ട് സാങ്ഷൻ മൂവ്മെന്റ് ആണ് ഈ ഒരു BDS മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ഒക്ടോബർ 7-ന് ശേഷമുള്ള എന്താണ് ആഫ്റ്റർ മാത്ത് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ലോക ജനതയും എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ പറയാൻ കഴിയും.